وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ അൽ മുബീൻ തഫ്സീർ പഠന സംരംഭത്തിലെ പഠിതാക്കളായ സഹോദരി സഹോദരങ്ങൾ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ നൂറ്റാണ്ടിൽ ജീവിച്ചു മരണപ്പെട്ട മഹാപണ്ഡിതൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലയുടെ തഫ്സീർ അടിസ്ഥാനമാക്കിയുള്ള പഠനമാണല്ലോ നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ ബഖറയിൽ 155-ാമത്തെ വചനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കുവാനുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. ഇതാണ് ആയത്ത്. ആശയം: അല്ലാഹുവാണ് സത്യം, തീർച്ചയായും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഭയം, വിശപ്പ്, സാമ്പത്തിക, ശാരീരിക, കാർഷിക നഷ്ടങ്ങൾ എന്നിവയാൽ നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ക്ഷമാലുക്കൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക. ഇഹത്തിൽ ദുനിയാവിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. അത് ഭയമാകാം, വിശപ്പാവാം, ക്ഷീണമാവാം, സാമ്പത്തിക പ്രയാസങ്ങളാവാം, കൃഷിനാശമാവാം, അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ പ്രതിസന്ധികളാൽ റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യരെ പരീക്ഷിക്കുമെന്നാണ് ഈ ആയത്തിൽ അള്ളാഹു നമ്മെ അറിയിക്കുന്നത്. വല നബ്ലുവന്നകും, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്നാണ് റബ്ബ് ഇവിടെ തീർത്തു പറഞ്ഞത്. ഇവിടെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, വല നബ്ലുവന്നകും എന്ന പദം വൽ ജുംലത്തു ഹുനാ മുഅക്കദത്തുൻ ബിസലാസത്തി മുഅക്കിദാത്തിൻ, 3 തഅക്കീദുകൾ ഈ പദപ്രയോഗത്തിലുണ്ട്. ഉറപ്പിച്ചു പറയുന്ന 3 പ്രയോഗങ്ങൾ. ഒന്ന്, വ എന്ന സത്യത്തിൻ്റെ വാവ്, ല തീർച്ചയായും എന്ന അർത്ഥമുള്ള ലാമ്, നൂന് നബ്ലുവന്ന എന്ന നൂന്. വ ല നബ്ലുവന്ന, തീർച്ചയായും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും, സത്യം എന്നാണ് യഥാർത്ഥത്തിൽ ആ വാക്കിന് അർത്ഥം. അപ്പം അത്രയും ഉറപ്പിച്ചാണ് അല്ലാഹു തആല ഇവിടെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. എങ്ങനെ പരീക്ഷിക്കും? മാത്രമല്ല, നബ്ലുവന്നകും എന്ന് പറഞ്ഞാൽ ബിമഅനാ നഖ്തബിർ, ഇഖ്തിബാർ, പരീക്ഷ നടത്തുക, ടെസ്റ്റ് ചെയ്യുക എന്ന അർത്ഥത്തിലാണ് ആ ഒരു പദം ഉപയോഗിക്കുന്നത്. പരീക്ഷ എങ്ങനെയാണ്? ബിശൈഇൻ മിനൽ ഖൗഫ്, ഭയത്തിൽ നിന്ന് വല്ലതും നൽകിക്കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കും. ഒരു മനുഷ്യന് വല്ലാത്തൊരു പരീക്ഷണമാണ് ഭയം എന്നത്. അത് ഏത് രൂപത്തിലുമാവാം. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, അൽ ഖൗഫു ഹുവ ദുഅറു, ഖൗഫ് എന്ന് പറഞ്ഞാൽ ദുഅർ, പേടി, ഭയം. വഹുവ ശാമിലുൻ ലിൽ ഖൗഫിൽ ആമി വൽ ഖൗഫിൽ ഖാസ്സി. ഈ ഭയം എന്നത് 2 തരം ഭയമാവാം. ഒന്ന്, പൊതുവായി എല്ലാവരെയും ബാധിക്കുന്ന ഭയം നമ്മെയും ബാധിക്കുന്നു. 2, നമുക്ക് മാത്രമായി ഉണ്ടാകുന്ന ചില ഭയങ്ങൾ. അത് രണ്ടും ഈ ആയത്തിൽ പെടുന്നു. ഖൗഫുൽ ആം എന്ന് പറഞ്ഞാൽ കാൻ തകുന ബിലാദു മുഹദ്ദതൻ ബിഅദുവിൻ, രാജ്യത്തെ മൊത്തം ആക്രമിക്കാൻ ശത്രു വരുന്നു.
നാടൊന്നാകെ തകർക്കപ്പെടുമെന്ന ഒരവസ്ഥ വന്നു. സ്വാഭാവികമായും എല്ലാവരും ഭയപ്പെടുന്നു. അത് ഖൗഫുൻ ആമാണ്. ഖൗഫുൻ ഖാസ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് മാത്രമുണ്ടാകുന്ന പേടി, അയാൾക്ക് ബാധിക്കുന്ന ചില ഭീഷണികൾ, അയാൾക്കിതേപോലെ ചില നഷ്ടങ്ങൾ, ചില അക്രമങ്ങൾ, അതൊക്കെ ഭയപ്പെടുന്നു. അതാണ് ഖൗഫുൻ ഖാസ്. ഈ രണ്ടും ഉൾക്കൊള്ളും ബിശൈഇൻ മിനൽ ഖൗഫ്. ഏതെങ്കിലും നിലക്കുള്ള വല്ല ഭയം നൽകിക്കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കും. അപ്പോൾ രാജ്യത്ത് സുരക്ഷ ഇല്ലാതായി, അതൊരു ഭയമാണ്. താമസിക്കുന്ന വീട്ടിൽ സുരക്ഷിതത്വമില്ലാതായി, അതൊരു ഭയമാണ്. സ്വന്തം കാട്ടിൽ സുരക്ഷിതത്വമില്ലാതായി, അതൊരു ഭയമാണ്. ഇങ്ങനെ ഭയം നൽകി നാം നിങ്ങളെ പരീക്ഷിക്കും. വൽ ജൂഇ, വിശപ്പ് നൽകിയും പരീക്ഷിക്കും. ജൂഇ, വിശപ്പ്. വൽ ജൂഉ ലഹു സബബാനി, രണ്ട് നിലയ്ക്ക് വിശപ്പുണ്ടാകാം. ഒന്ന് ഖില്ലത്തു ത്വആം, ഭക്ഷണം കിട്ടാനില്ല, അതുകൊണ്ട് വിശക്കും. വാങ്ങാൻ പൈസ ഉണ്ട്, പക്ഷേ സാധനം കിട്ടാനില്ല. നമ്മൾ അനുഭവിച്ചു, അത് കോവിഡ് കാലത്ത് നമ്മൾ അനുഭവിച്ചു. കയ്യിൽ കാശുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, പക്ഷേ പുറത്തിറങ്ങാൻ വയ്യ, കടകളില്ല, എവിടുന്നും സാധനം കിട്ടുന്നില്ല. അതൊരു വിശപ്പിൻ്റെ കാരണമാണ്. രണ്ടാമത് ഖില്ലത്തുൽ മാൽ അല്ലദീ യഹ്സുലു ബിഹി ത്വആം, ഭക്ഷണം ലഭ്യമാണ്, പക്ഷേ വാങ്ങാൻ നമ്മൾക്ക് സംവിധാനമില്ല, പണമില്ല. ഭക്ഷണം അവിടെ കടയിൽ പോയുണ്ട്, ഹോട്ടലുണ്ട്, കടകളുണ്ട്, പക്ഷെ വാങ്ങാൻ നമ്മുടെ കയ്യിൽ കാശില്ല. അപ്പോഴും മനുഷ്യൻ വിശന്ന് നടക്കും. വിശക്കുന്നുണ്ട്, ഭക്ഷണമൊക്കെ താല്പര്യമുണ്ട്, ഭക്ഷണം അവിടെ ലഭ്യമാണ്, പക്ഷെ അവൻ്റെ കയ്യിൽ വാങ്ങാൻ സംവിധാനമില്ല, അതുകൊണ്ടും അവൻ വിശക്കും. ഇനി മൂന്നാമതൊരു കാരണമുള്ളത് വഹുവൽ മറദ് അല്ലദീ യതഅദ്ദറു മഅഹു അശ്ബഅ്, വയറ് നിറയ്ക്കാൻ പറ്റാത്ത രോഗങ്ങൾ വരിക. ഭക്ഷണമുണ്ട്, പണവുമുണ്ട്, അവന് കഴിക്കാൻ നിർവാഹമില്ല, അസുഖം വന്നു. അല്ലെങ്കിൽ കഴിച്ചിട്ട് അവൻ്റെ വിശപ്പ് മാറുന്നില്ല, അത് രോഗമാണ്. ഇങ്ങനെ പല കാരണങ്ങളാൽ വിശപ്പുണ്ടാകും, അത് ഒരു പരീക്ഷണമാണ് എന്ന് ശൈഖ് പറയുന്നു. വൽ ജൂഉ ലാ യുദ്രികു അസ്റഹു ഇല്ലാ മൻ ജറബഹു, വിശപ്പിൻ്റെ കാഠിന്യം, അതിൻ്റെ അസർ അറിയണമെങ്കിൽ അത് അനുഭവിച്ചതിന് മാത്രമേ അറിയുകയുള്ളൂ. വിശപ്പെന്ന് മാത്രമല്ല, ബൽ കുല്ലുൽ മസായിബ് മാ തുദ്രികു ഇല്ലാ ലിമൻ ജറബഹ, ഏത് മുസീബത്താവട്ടെ അത് അനുഭവിച്ചവർക്ക് മാത്രമേ കൃത്യമായി അത് ബോധ്യപ്പെടുകയുള്ളൂ. മറ്റൊക്കെ കേട്ടറിവേ മാത്രമേ ഉള്ളൂ. അത് വിശന്ന് ജീവിതത്തിൽ അനുഭവപ്പെടുമ്പോഴാണ് വിശപ്പിൻ്റെ കാഠിന്യം മനസ്സിലാവുക. ഭയന്ന് വല്ലാത്തൊരവസ്ഥയ്ക്ക് എത്തുമ്പോഴാണ് ഭയത്തിൻ്റെ കാഠിന്യം മനസ്സിലാവുക. എങ്കിൽ ഇത്തരം അവസ്ഥകൾ തന്ന് റബ്ബ് നമ്മെ പരീക്ഷിക്കുമെന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. വനഖ്സിമിൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, സമ്പത്ത്, ശരീരം, പഴവർഗ്ഗങ്ങൾ എന്നിവയിലെ നഷ്ടങ്ങൾ മുഖേനയും നാം നിങ്ങളെ പരീക്ഷിക്കും. അഥവാ അൽ അംവാലുല്ലത്തി ലിത്തിജാറ, കച്ചവടത്തിന് വേണ്ടി ഒരുക്കി വെച്ച സമ്പത്തുക്കൾ ഒന്നാകെ തകർന്നു പോവുക, കച്ചവടം പൊളിഞ്ഞു പോവുക, സമ്പത്തൊന്നാകെ നഷ്ടപ്പെട്ടു പോവുക, അതൊരു പരീക്ഷണമാണ്. വൽ അൻഫുസ്, ശരീരം അഥവാ മനുഷ്യ ശരീരത്തിൽ സംഭവിക്കുന്ന വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ, രോഗങ്ങളാവാം, അപകടങ്ങളാവാം, ആ നിലക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ. വസ്സമറാത്ത്, പഴവർഗ്ഗങ്ങൾ, ഈത്തപ്പന, മുന്തിരി തുടങ്ങി മനുഷ്യൻ്റെ ഏതു പഴവർഗ്ഗങ്ങളും, കൃഷി ഇനങ്ങൾ, അതിൽ നാശമുണ്ടാവുക, ഇതൊക്കെ റബ്ബ് നൽകുന്ന പരീക്ഷണമാണ്. وهذا يقع أيضا تأتي الكوارث نسأل الله السلامة والعافية تجتنب الأناسية والمواشية والثمار والأموال وتأتي عواصف كذلك. ചില ദുരന്തങ്ങൾ സംഭവിക്കുന്നു. ശൈഖ് അവിടെ പ്രത്യേകമായി ദുആ ചെയ്യുന്നു, സലാമത്തും ആഫിയത്തും അല്ലാഹു നൽകട്ടെ എന്ന്. ആ ദുരന്തങ്ങൾ വരുമ്പോൾ മനുഷ്യ ജീവന് ജീവഹാനി സംഭവിക്കുന്നു, സമ്പത്ത് നശിക്കുന്നു, കന്നുകാലികൾ പോലും അതിലൂടെ നശിച്ചു പോകുന്നു, കൃഷിയൊന്നാകെ തകർന്നു പോകുന്നു, അതേപോലെ കൊടുങ്കാറ്റ് വരുന്നു. ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. ശൈഖ് ബിൻ ഉസ്മൈൻ റഹ്മത്തുള്ളാഹി അവിടെ പ്രത്യേകമായൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത്, ലാകിന്നഹ ഇൻദൽ കസീരി മിനൻ നാസ് ലവാഹിറു തബീഇയ്യ, പക്ഷെ ഭൂരിപക്ഷം ആളുകളും ഇത്തരം ദുരന്തങ്ങളെല്ലാം സംഭവിക്കുമ്പോഴും അതൊക്കെ പ്രകൃതി ചെയ്യുന്ന ചില കാര്യങ്ങളായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അല്ലാതെ ലാ തുഹരികു ലഹും ളമീറ വലാ തഫ്സഉ ലഹും ശുഊറ വൽ ഇയാദു ബില്ലാഹ്,
അവർക്കൊന്നും അതുകൊണ്ട് മനസ്സിനൊരു മാറ്റമോ എന്തെങ്കിലും ഒരു സ്വാധീനമോ അവർക്ക് അതിലേക്ക് ഉണ്ടാകുന്നില്ല. അവർ പറയും യഖൂലൂൻ ഹാദിഹി കവാഇസ് തബീഇയ്യ, അവർ പറയും അത് പ്രകൃതി ദുരന്തമാണ് എന്ന് പറയും. പ്രകൃതി ദുരന്തമാണ് എന്ന് പറഞ്ഞ് അതിന് ബാഹ്യമായ ചില കാരണങ്ങൾ അന്വേഷിച്ച് ആ നിലയ്ക്ക് ആളുകൾ അതിനെ അങ്ങ് പറഞ്ഞു വിടുന്നു. ഇത് വഹാദാ ഖത്ഉൻ അളീം, ഇത് വലിയ അബദ്ധമാകുന്നു. ഹാദാ ഖത്ഉൻ യജിബു അൻ നജ്അല ഹാദിഹി അശ്യാഅ മിൻ ഇബ്തിലാഇ അല്ലദീ യബ്തലില്ലാഹു ബിഹിൽ ഇബാദ്. അല്ലാഹു തആല അടിമകൾക്ക് നൽകുന്ന പരീക്ഷണമായി തന്നെ നാം അതിനെ മനസ്സിലാക്കണം എന്ന് ശൈഖ് പറയാണ്. ഈ ഇത്തരം ദുരന്തങ്ങൾ വരുമ്പോൾ അതിൽ അകപ്പെട്ട ഒരാൾക്ക് അത് വ്യക്തമായി ബോധ്യപ്പെടുന്നു. ഇനി അകപ്പെടാതെ അത് കേട്ട ഒരാളോ അയാൾക്കും ഇത് ലാഹിറാണ്, വ്യക്തമാണ്. എന്താണ് അയാൾക്കുള്ള പരീക്ഷണം? ഒരു ദുരന്തമുണ്ടായി, കുറച്ച് ആളുകൾക്ക് അതിൽ ജീവഹാനി സംഭവിച്ചു, അയാൾക്കിത് പരീക്ഷണമാണ്. അത് ആ സംഭവത്തിൽ അകപ്പെട്ടിട്ടില്ലാത്ത, അത് കേട്ടവർ, അത് കണ്ടവർ, അത് വായിച്ചവർ എല്ലാം ഉണ്ടാകും. അവർക്കും ഇത് പരീക്ഷണമാണ്. അതെങ്ങനെയാണ്? ഹൽ യസ്തഇദു വയഅ്തബിറു ഔലാ, അവനതിൻ്റെ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നുണ്ടോ, ഒരു ഉപദേശം സ്വീകരിക്കുന്നുണ്ടോ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുകയാണ്. കാരണം രക്ഷപ്പെട്ട ആൾക്ക് ഇതൊരു പരീക്ഷണമാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു ഫജഅൽനാഹാ നകാലൻ ലിമാ ബൈന യദൈഹാ വമാ ഖൽഫഹാ. ഇസ്രായേലിൽ അഹ്ലുൽ കിതാബിൽ ഒരു ഭാഗം ആളുകളെ കുരങ്ങുകളായും പന്നികളായും ഒക്കെ അല്ലാഹു തആല രൂപമാറ്റം സംഭവിപ്പിച്ചു. അത് പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞു അത് അവരെ മുമ്പിലുള്ളവർക്കും ശേഷം വരുന്നവർക്കുമെല്ലാം അതൊരു ഗുണപാഠമാക്കിയിരിക്കുന്നു. അപ്പോൾ അതിൽ സംഭവിച്ചവർക്ക് മാത്രമല്ല, പെട്ടുപോയവർക്ക് മാത്രമല്ല, എല്ലാവർക്കുമുണ്ട് അതിൽ ഗുണപാഠം. എങ്കിൽ അല്ലാഹു അവസാനം പറഞ്ഞു വബശ്ശിരി സ്വാബിരീൻ, ക്ഷമാലുക്കൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന്. ഇത്തരം ദുരന്തങ്ങൾ വരുമ്പോൾ, പരീക്ഷണങ്ങൾ വരുമ്പോൾ ക്ഷമിക്കുന്ന ആളുകൾ അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. ഇവിടെ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ ആളുകൾ പല രൂപത്തിലായിരിക്കും. മുസീബത്തുകൾ ബാധിച്ചാൽ അന്നന്നാസ യൻഖസിമുന ഫി ഹാദിഹിൽ മസ്വാഇബി ലത്തി ഉബ്തുലു ബിഹാ ഇലാ ഖിസ്മൈൻ. പരീക്ഷിക്കപ്പെടുന്ന ഇത്തരം മുസീബത്തുകളിൽ ആളുകൾ രണ്ട് വിഭാഗമാണ്. ഒന്ന് ക്ഷമിക്കുന്നവർ, മറ്റൊന്ന് ഇതിനെ വെറുക്കുന്നവർ. രണ്ടുമുണ്ടാകും. സ്വാബിറുൻ വസാഹിത്തുൻ, ക്ഷമിക്കുന്നവരുണ്ട്, അതേപോലെ ഇതിനെ വെറുക്കുന്നവരുണ്ട് എന്ന് ശൈഖ് പറയാണ്. അസ്സാഹിത്തു ഹൽ സഖ്തുഹു യർദുൽ ഖലാ, അവന് വെറുപ്പായിരുന്നതുകൊണ്ട് ഈ ഖലാ മാറ്റാൻ കഴിയുമോ? അല്ലാഹുവിന്റെ തീരുമാനത്തെ മാറ്റാൻ കഴിയുമോ? ഒരിക്കലുമില്ല. പക്ഷെ അവനത് നഷ്ടമായി മാറും എന്ന് മാത്രം. അവന് വെറുത്തു, അതിന് ക്ഷമിച്ചു, കുറ്റം പറഞ്ഞു, അവിടെ എന്ത് കാര്യം? എന്നാലും സംഭവിക്കാതെ സംഭവിക്കും, അനുഭവിക്കാതെ അനുഭവിക്കണം. അവൻ്റെ ആ ദേഷ്യം കൊണ്ട് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല എങ്കിൽ പിന്നെ അത് അവന് നഷ്ടമെന്നല്ലാതെ വേറെന്താ പ്രത്യേകിച്ച് കാര്യമില്ല. ഖുർആനിൽ ചില ആയത്തുകൾ സമാനമായവ എടുത്തുകൊണ്ട് ശൈഖ് റഹ്മത്തുള്ളാഹി അത് പറയുന്നു. അപ്പോൾ ക്ഷമിക്കാതെ അതിലേക്ക് വെറുപ്പ് കാണിച്ച ഒരാൾ സോറ ഹസ്റതൻ ഫീ ഖൽബിഹി ലാ യുജ്രി ലഹു ഷൈആ, അത് അവൻ്റെ കൽബിൽ ഒരു ഖേദമായി മാറുമെന്നല്ലാതെ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും നേടാൻ കഴിയുന്നില്ല. അതിനാൽ ക്ഷമിക്കുക, അതാണ് പ്രധാനം. ഏത് മുസീബത്തുകൾ വന്നാലും, ശരീരത്തിലാവട്ടെ, കുടുംബത്തിലാവട്ടെ, സമ്പത്തിലാവട്ടെ, എവിടെയാണെങ്കിലും ശരി, കുറച്ചു കാലം കഴിയുമ്പോൾ ലാക്കിൻ മുറൂർ സമൻ തുൻസ, കാലം കഴിഞ്ഞു പോകുമ്പോൾ അതൊക്കെ മറന്നു പോകും. ക്ഷമിച്ചിട്ടില്ലെങ്കിലോ അതിന് പ്രതിഫലമില്ല. ക്ഷമിച്ചാലോ നാം അതിന് കൂലി കിട്ടുകയും ചെയ്യുന്നു. റബ്ബിൻ്റെ തീരുമാനം എന്തായിരുന്നാലും നടക്കുകയും ചെയ്യും. അതുകൊണ്ട് ക്ഷമാലുക്കൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. ആരാണ് ക്ഷമാലുക്കൾ? മൻഹുമുസ്വാബിറൂൻ. ആരാണ് ക്ഷമാലുക്കൾ? ഹുമുല്ലദീന ഹബിസു അൻഫുസഹും അനി തസഖുതി മിൻ ഖലാഇല്ലാ. അല്ലാഹുവിൻ്റെ വിധിയിൽ വെറുപ്പുണ്ടാകുന്നില്ലെന്ന് സ്വന്തത്തെ തടഞ്ഞു വെച്ചവർ, അതാണ് ക്ഷമാലുക്കൾ. അല്ലാഹു തീരുമാനിച്ച തീരുമാനം, അതിൽ നമുക്ക് വെറുപ്പില്ല, അതിനെ പഴിക്കുന്നില്ല, അതിൽ നിന്ന് സ്വന്തത്തെ നിയന്ത്രിച്ചവനാരോ അവനാണ് സ്വാബിർ, ക്ഷമാലു. എന്നാൽ ശൈഖ് പറയാ അന്ന മഖാമാത്തുൽ ഇൻസാനി ഇൻദൽ മുസീബത്തി അർബഅ. മുസീബത്ത് വരുമ്പോൾ 4 നിലപാടുകളാണ് മനുഷ്യന്മാർ സ്വീകരിക്കുന്നത്. ഒരു പരീക്ഷണം വന്നു, ഒരു പ്രയാസം വന്നു, ഒരു മുസീബത്തുണ്ടായി, അവിടെ മനുഷ്യൻ സ്വീകരിക്കുന്നത് 4 നിലപാടുകളാണ്.
ഒന്ന് അസ്സഖത്തു മിൻ കുല്ലി ഷൈഇൻ, ഇതിനൊക്കെ വെറുപ്പും ദേഷ്യവും ഉണ്ടാവുക. ഏത് രോഗം വന്നാൽ, ഒരു പ്രയാസം വന്നാൽ, ഒരു നട്ടം വന്നാൽ അതിനൊക്കെ പഴിച്ച് കുറ്റം പറഞ്ഞ് ശപിച്ച് ആക്ഷേപിച്ച് പോകുന്ന മനുഷ്യന്മാർ. സുമ്മ സ്വബർ, രണ്ടാമതൊരു വിഭാഗം ക്ഷമിക്കുന്നവർ. സുമ്മ റിളാ, മൂന്നാമതൊന്ന് അതിൽ സംതൃപ്തി അടയുന്നവർ. സുമ്മ ശുക്ർ, നാലാമതൊന്ന് അതിന് നന്ദി കാണിക്കുന്നവർ. ഈ 4 തരത്തിലാണ് മനുഷ്യന്മാരുള്ളതാണ്. ഒന്നാമത്തെ ഹറാമാണ് തസഖുത്ത്, റബ്ബിൻ്റെ ഖദാ-ഖദറിനെ വെറുക്കുക, അതിനെ പഴിക്കുക, അതിൽ ദേഷ്യമുണ്ടാവുക, അത് ഹറാമായ കാര്യമാണ്. നബി തങ്ങൾ പറഞ്ഞു, ലൈസ മിന്നാ മൻ ളറബൽ ഖുദൂദ് വശഖൽ ജുയൂബ് വദഅ ബിദഅവൽ ജാഹിലിയ്യ, മാറി പിളക്കുകയും അതേപോലെ മുഖത്തടിക്കുകയും ജാഹിലിയ്യ കാലത്തെ പലതും വിളിച്ചു പറയുകയും ചെയ്യുന്ന രീതിയുള്ള ആളുകൾ നമ്മിൽപ്പെട്ടവനല്ല. അത് ഹറാമാണ്. അള്ളാഹിൻ്റെ തീരുമാനം വരുമ്പോൾ യാതൊരു ക്ഷമയുമില്ലാതെ അതിനൊക്കെ ആകെ പഴിച്ചു പറയൽ ഹറാമായ കാര്യമാണ്. രണ്ടാമത് സ്വബറാണ്, ക്ഷമയാണ്. അത് വാജിബാണ്, നിർബന്ധമായ കാര്യമാണ്. ഒന്ന് സഖ്ത്, ദേഷ്യപ്പെടലാണ്, ഹറാമാണ്. 2 സ്വബർ, ക്ഷമയാണ്, നിർബന്ധമാണ്. മൂന്നാമത് റിളാ, തൃപ്തിയാണ്. അത് നിർബന്ധമാണോ അല്ല, മുസ്തഹബ് സുന്നത്താണോ എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമുണ്ട് എന്ന് ശൈഖ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ അല്ലാഹു തആല നൽകുന്ന ഏത് തീരുമാനത്തിനും തൃപ്തി അടയുക. റബ്ബ് എന്ത് തന്നാലും സംതൃപ്തി, എന്ത് കിട്ടിയാലും സംതൃപ്തി, അതിനവർക്ക് ദേഷ്യമില്ല, അള്ളാഹിനെ പറ്റി മോശമായ ചിന്തയില്ല, റബ്ബിലേക്ക് എന്ത് നിശ്ചയിച്ചാലും അതെല്ലാം ഖൈറാണ് എന്ന ആ ഒരു നിലപാട്. അർ-റിളാ അഅമ്മു മിന സഖ്ത്, റിളയാണ് ഏറ്റവും അഅമ്മായിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് ക്ഷമിക്കുക, അതിന് മേലെയാണ് റിളാ, തൃപ്തി അടയുക. വർ-റിളാ അയ്യർളാ ബിമാ ഖദ്ദറല്ലാഹു ലഹ്, അല്ലാഹു തആല അവിടെ കണക്കാക്കിയതെന്താണോ അതിൽ തൃപ്തി അടയുക. ളിദ്ദുൽ കറാഹ, വെറുപ്പിന് നേരെ വിപരീതമാണ് റിളാ. യഅനി മഅനാഹു അന്നഹു യകൂനു ലാ ഫർഖ ഇൻദഹു ബൈന മാ വഖഅ വമാ ലം യഖഅ കുല്ലുഹു വാഹിദ്. അവൻ്റെ കയ്യിൽ എല്ലാം ഒരുപോലെയാണ്. പടച്ച റബ്ബ് എന്ത് തന്നാലും അതൊക്കെ സംതൃപ്തിയോടെ ഏറ്റെടുക്കുന്നു. യാതൊരു വെറുപ്പുമില്ല, യാതൊരു ആക്ഷേപവുമില്ല, ഒരു കുറ്റപ്പെടുത്തലുമില്ല, അത് സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു. അതാ റിളാ, അതാ മൂന്നാമത്തെ ഘട്ടം. നാലാമത് ശുക്റാണ്, അതിനും നന്ദി കാണിക്കലാണ്. റബ്ബ് തന്നതിനും നന്ദിയാണ്. അല്ല എന്ത് തന്നാലും അതിലൊക്കെ അവൻ ശുക്ർ ചെയ്യുന്നു, നന്ദി കാണിക്കുന്നു. അതാണ് ഏറ്റവും വലിയ കാര്യം. അഥവാ ഇന്നൽ ഇൻസാന യുസാബു ബിൽ മസ്വാഇബി അല്ലാഹി അസ്സ വജല്ല വയഷ്കുറു അല്ലാഹ അലൈഹ, അള്ളാഹു നൽകുന്ന മുസീബത്തുകൾ ഒരാൾക്ക് ബാധിക്കുന്നു. ആ മുസീബത്തിന് അവൻ അള്ളാഹ്ക്ക് ശുക്ർ കാണിക്കുന്നു. എങ്ങനെ? കാരണം ഇന്നഹു യഅലമു അന്നല്ലാഹ മാ ഫഅല ദാലിക ഇല്ലാ ലിഹിക്മ, റബ്ബിന് തന്നതിൽ അള്ളാഹ്ക്ക് എന്തോ ഒരു ഹിക്മത്തുണ്ട്. പടച്ച റബ്ബിന് അതിലൊരു ഉദ്ദേശമുണ്ട്, അത് എൻ്റെ ഖൈറിന് വേണ്ടിയായിരിക്കും എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ അവൻ ശുക്ർ കാണിക്കുന്നു. അവൻ വിചാരിക്കുന്നു, ഒരു പക്ഷേ എനിക്കിപ്പോൾ ഈ ഒരു പിടുത്തം വന്നില്ലായിരുന്നുവെങ്കിൽ, ഈ ഒരു പരീക്ഷണം വന്നില്ലായിരുന്നുവെങ്കിൽ എന്നും സുഖങ്ങളായി കഴിഞ്ഞാൽ ഞാൻ ധിക്കാരിയായി മാറും, ഒരു പക്ഷേ അത് കുഫറിലേക്ക് എത്തും. അങ്ങനെ പോകുമ്പോൾ എനിക്ക് നഷ്ടമാണ്. അതുകൊണ്ട് റബ്ബെനിക്ക് ഒരു പിടുത്തം തന്നു, അത് ഒരു ഖൈറാണ്, നിഅമത്താണ്, എനിക്ക് തർബിയത്താണ് എന്നവൻ മനസ്സിലാക്കുന്നു. അതേപോലെ എന്തവസ്ഥയിലും അതവന് ഖൈറാണ്. അള്ളാഹുവിലേക്ക് മടങ്ങുന്നു, അതേപോലെ ക്ഷമാലുക്കളുടെ കൂലി കിട്ടുന്നു. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഖൈറുകൾ അവനുണ്ട്. അതുകൊണ്ട് എനിക്കിതെല്ലാം ഖൈറാണെന്ന് മനസ്സിലാക്കി ഏത് മുസീബത്ത് വന്നാലും അൽഹംദുലില്ലാഹ് ശുക്ർ ചെയ്യുക. അതാണ് നാലാമത്തേത്. മുസീബത്തുകളിൽ ആളുകൾക്ക് 4 തരം നിലപാടുണ്ട്. ഒന്ന്, അതിൽ വെറുപ്പ് കാണിക്കുക, അത് ഹറാമാണ്. 2, അതിൽ ക്ഷമിക്കുക, അത് വാജിബാണ്. 3, അതിൽ റിളാ, തൃപ്തി കാണിക്കുക, അത് സുന്നത്താണ് അല്ലെങ്കിൽ നിർബന്ധമാണ്. 4, അതിൽ ശുക്ർ കാണിക്കുക, അത് സുന്നത്താണ്. അത് ഈമാൻ്റെ ഉന്നതമായ ദറജയാണ് എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് വബശ്ശിരി സ്വാബിരീൻ, ക്ഷമാലുക്കൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് അല്ലാഹു തആല പ്രത്യേകമായി എടുത്തു പറഞ്ഞു. അടുത്ത ആയത്തിൽ ആ ക്ഷമാലുക്കളുടെ ഒരു അടയാളം കൂടി അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് നമുക്ക് പഠിക്കാം. അല്ലാഹു തആല കേട്ടതെല്ലാം ജീവിതത്തിൽ പാലിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീനാ ജമീഅ. അസ്സലാമു അലൈക്കും
വറഹ്മത്തുള്ളാഹി വബറകാതുഹു.